എൻ ശ്രീകുമാർ, ഉണ്ണിത്താൻ പറഞ്ഞതും ശരിയാണല്ലോ. ഈ പാർട്ടിയിൽ ഇനി ഞങ്ങളൊക്കെ എന്തിനാണ് നിൽക്കുന്നത് എന്ന രീതിയിൽ പോലും ഉണ്ണിത്താൻ സംസാരിച്ചു. കാരണം ഈ തരൂരിനെ ഇങ്ങനെ വെച്ച് പൊറപ്പിക്കുകയാണെങ്കിൽ. നോക്കൂ മഞ്ജുഷേ, ഈ വിഷയം പൊതുവെ ആരും ഗൗരവത്തിലെടുത്തിട്ടില്ല. കാരണം അദ്ദേഹം ഒരു പ്രൊജക്റ്റ് എന്നുള്ള ഒരു സിൻഡിക്കേറ്റ് എന്നുള്ള ഒരു സംവിധാനത്തിൽ എഴുതിയ ഒരു ലേഖനം, അതിന്റെ ഒരു മലയാള പരിഭാഷ ഒരു പത്രത്തിൽ കണ്ടിരുന്നു, മലയാള പത്രത്തിൽ കണ്ടിരുന്നു. 2 ദിവസം മുമ്പാണ്, ഞായറാഴ്ച കണ്ടാണത് കേരളത്തിലെ ജനങ്ങൾ വായിച്ചത്. പക്ഷേ അതിനുശേഷം അത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. കാരണം എന്താ പറയുക, കോൺഗ്രസ് പ്രവർത്തകർക്ക് കുറെ കാലമായിട്ട് ശശി തരൂരിന്റെ സ്വഭാവം അറിയാം. കാരണം അദ്ദേഹം ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ ഓരോ ലേഖനം എഴുതും. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. ശ്രീ രാജ്മോഹൻ താൻ കൃത്യമായിട്ടത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ഘട്ടങ്ങളില് ചില നേതാക്കൾ എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അതുപോലെ തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് ഒരു തന്ത്രം തന്നെയാണ്. കാരണം 2 കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാകൂ എന്ന് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ എത്ര കാലം കേട്ടോണ്ടിരിക്കും, കോൺഗ്രസ് നേതൃത്വത്തിന് ആർജവമില്ലേ, ധൈര്യമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരും. അത് മാത്രമല്ല, ആ പറയുന്നതെല്ലാം സത്യമല്ലേ എന്ന കാര്യവും വരും. കാരണം ഇത് ഇതിന്റെ ഒരു നേർവരമ്പ് മാത്രമേ ഉള്ളല്ലോ, ഇത് സത്യമാണോ അസത്യമാണോ എന്നുള്ളതിൽ. ഇപ്പോൾ തരൂർ എഴുതിയിരിക്കുന്ന ലേഖനം തന്നെ വായിച്ചാൽ ഇതെല്ലാം BJP ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പല തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കോൺഗ്രസിലെ കുടുംബവാഴ്ചയെക്കുറിച്ച് പ്രസംഗിക്കാറുള്ളതാണ്. അതിൽ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കടന്നു വരാറുള്ളതാണ്. അതുതന്നെയാണ് തരൂർ ലേഖനത്തിലും എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, MP-മാരുടെ എണ്ണം വരെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എത്ര MP-മാർ ഈ ഓരോ കുടുംബവാഴ്ചയുടെ പേരിൽ പിന്തുടർച്ച എന്ന രീതിയിൽ വന്നിട്ടുള്ളവരാണ്. കോൺഗ്രസിലെ മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ കാര്യവും എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ ബീഹാറിൽ മത്സരിക്കുന്നവരുടെ കാര്യം പോലും എഴുതിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാലിൻ കുടുംബത്തിന്റെ. അല്ല, ഇതൊക്കെ പറയണമെന്ന് തോന്നിയാൽ പറയും. ഞാൻ പറഞ്ഞ അത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ഒന്നാമത്തെ അതിന്റെ പ്രസക്തിയില്ല. ഒന്നാമത്തെ 2 കാര്യമുണ്ട്. ഇത് കുടുംബവാഴ്ച ഇന്ന് രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല. ഇതൊക്കെ മുമ്പ് എത്രയോ കാലമായിട്ട് പ്രസംഗിക്കുന്നതാ കോൺഗ്രസ് കുടുംബവാഴ്ച. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. BJP-യുടെ ആ ഒരു സർവാധിപത്യം ഉണ്ടായിരുന്ന ഭരണം അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞല്ലോ. ഇപ്പൊ എന്തായാലും 2 പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെയാണല്ലോ ഭരണം. അപ്പൊ ഇത് കുടുംബവാഴ്ച ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ആരോപണ വിഷയമല്ല മഞ്ജുഷേ. കാരണം എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇപ്പൊ BJPയും ഈ കോൺഗ്രസിന്റെ കുടുംബവാഴ്ച പറയുന്നതോടൊപ്പം തന്നെ BJP-യുടെ കുടുംബവാഴ്ച തുടങ്ങിയിരുന്നു. രാജമാതാവ് വിജയരാജ സിന്ധ്യ, ഗ്വാളിയോർ രാജമാതാവ്, അവരുടെ മക്കള് മാധവറാവു സിന്ധ്യ ആണെങ്കിലും വസുന്ധരരാജ് സിന്ധ്യ ആണെങ്കിലും ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ ആണെങ്കിലും ഒക്കെ അതിൽ പെടുന്നതാണ്. അപ്പൊ അത് പോയി, ആ പ്രസക്തി പോയി ഇപ്പൊ കുടുംബവാഴ്ചക്ക്. പിന്നെ ശശി തരൂരെ അതിപ്പോ കുത്തിപ്പൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും എഴുതാൻ തോന്നി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു തീരുമാനം ഉണ്ടാകും, യാതൊരു സംശയമില്ല. കാരണം വേറൊന്നുമല്ല, ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം ആയിരിക്കുന്ന ഒരാള് ഇങ്ങനെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. കാരണം അതൊരു അച്ചടക്ക ലംഘനമാണ്. അപ്പൊ ആ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്ഥാനത്തു നിന്നെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നീക്കം നടന്നേക്കും. ശശി തരൂരിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെതായ ചില കഴിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ. അദ്ദേഹം ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിവുകളുള്ളവരെ അംഗീകരിക്കുന്നില്ലെന്ന. അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് MP ആക്കിയത്. അദ്ദേഹത്തെ ഈ സർവാധിപത്യവും, അതായത് കോൺഗ്രസ് മഞ്ജുഷ ഒരു കാര്യം അത് മനസ്സിലാക്കുക, കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് അണികൾക്കും കോൺഗ്രസിൽ വോട്ട് ചെയ്യുന്നവരും ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടുണ്ട്, ഒരു റിയാലിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അതായത് അത് നെഹ്റു കുടുംബം, ഇന്ദിരാഗാന്ധി കുടുംബമാണ്. ആ കുടുംബത്തോട് അവർക്കുള്ള ഒരു അനുകമ്പയും അതുപോലെ തന്നെ അവർക്കുള്ള ഒരു ആവേശവും ഒക്കെ വേറെയാണ്. കാരണം ഈ കുടുംബവാഴ്ച എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി എങ്ങനെയാ മരിച്ചത്? രക്തസാക്ഷിയാണ്. രാജീവ് ഗാന്ധി രക്തസാക്ഷിയാണ്. ആ കുടുംബത്തിൽപ്പെട്ട പ്രിയങ്ക ഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഇന്ന് എന്തുകൊണ്ടാ സുരക്ഷയുടെ കീഴിൽ നടക്കുന്നത്? എന്തുകൊണ്ടാ? അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല. പിന്നെ തരൂരിനെ പോലെയുള്ള ഒരാൾക്ക് മനസ്സിലാകില്ല എന്ന് നമുക്ക് പറയുവാനും കഴിയുകയില്ല. ശ്രീ പണിക്കർ, അപ്രസക്തമായ കാര്യങ്ങളാണോ തരൂർ എഴുതിയിരിക്കുന്നത്? മറ്റൊരു കാര്യം, ഉണ്ണിത്താൻ അതിൽ പറയുന്നുണ്ടായിരുന്നു. ഉണ്ണിത്താൻ മാത്രമാണ് അതിശക്തമായ രീതിയിൽ തരൂരിനെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരു രക്തസാക്ഷി ഇമേജ് ഉണ്ടാക്കിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ പുറത്താക്കപ്പെടുക, എന്നാലല്ലേ ആ രക്തസാക്ഷി ഇമേജ് കിട്ടുകയുള്ളൂ. അതാണ് തരൂരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുമുണ്ട്. അത് ശരിയുമാണല്ലോ. അത് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. ഇപ്പോൾ ശശി തരൂരിന് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വമേധയാ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നതിനേക്കാൾ നല്ലത് ആശയപരമായിട്ടുള്ള ഒരു ഭിന്നിപ്പിൽ
അദ്ദേഹത്തിനെതിരെ പാർട്ടി ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിട്ടുപോകുന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നൽകുക. അത് അദ്ദേഹത്തിന് ഒരു ട്രാജിക് ഹീറോ പരിവേഷമൊക്കെ തന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പൊതുവെ പുതിയ താവളത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വീകാര്യത കൂടുതലുമായിരിക്കും. പക്ഷേ അതൊക്കെ ഇവിടെ സെക്കൻഡറിയാണ്. ഞാനിവിടെ പ്രാഥമികമായിട്ട് കരുതുന്നത് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ, അതായത് ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ റിപ്പർക്കഷൻസും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെ വാദം ശരിയാണോ എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കോഫൻ്റെ നിലവാരത്തിലേക്ക് അദ്ദേഹം പലപ്പോഴും പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ നെഹ്റു കുടുംബം മാത്രമാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഒരേ ഒരു കുടുംബം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ സൈക്കോഫെൻസിയുടെ അങ്ങേ അറ്റമാണ്, അതിൻ്റെ ഒരു സെനിത്താണ്, അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്. ഇപ്പോൾ മറ്റെത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശരത് ചന്ദ്രബോസ് ബംഗാളിലെ കോൺഗ്രസിൻ്റെ ബംഗാളിലെ പിന്നെ അവിടുത്തെ നമ്മുടെ KPCCക്ക് തുല്യമായിട്ടുള്ള അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ആളാണ്. ഏതാണ്ട് 11 വർഷം, ഗാന്ധിയുടെയൊക്കെ പീക്കിൽ 11 വർഷം AICC അംഗമായിരുന്ന ആളാണ്. ലിയനാർഡ് ഗോണൻ എഴുതിയിരിക്കുന്ന വിഖ്യാതമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൻ്റെ പേര് തന്നെ ബ്രദേഴ്സ് അഗെയിൻസ്റ്റ് രാജ് എന്നാണ്. ആ ബ്രദേഴ്സ് അഗെയിൻസ്റ്റ് രാജ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസും ശരത് ചന്ദ്രബോസുമാണ്. അങ്ങനെ നിരവധി കുടുംബങ്ങളുണ്ട് കേട്ടോ. അത് തയ്യബ്ജി ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ എങ്ങനെയാണോ ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശശി തരൂരിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടും ഈ നെഹ്റു ഫാമിലിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എങ്ങനെയാണോ ശ്രമിക്കുന്നത്, അതിൻ്റെ അപകടം തന്നെയാണ് ആ ലേഖനത്തിൽ ശശി തരൂർ തുറന്നു കാട്ടുന്നത്. അപ്പോൾ ആ ലേഖനത്തിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ സത്യത്തിലൂടെ മാറിയിരിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മെറിറ്റുള്ള പോയിന്റുകൾ എന്താണ്? ഒന്ന്, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരിക്കുന്ന സമയത്ത് ആ മത്സരാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് അയാളുടെ സർനെയിം അല്ലെങ്കിൽ അയാളുടെ കുടുംബ പേരാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. സത്യമല്ലേ? ഒരു ആധുനിക സമൂഹത്തിൽ, ജനാധിപത്യ സമൂഹത്തിൽ ഒരാളിൻ്റെ സർനെയിമിനാണ് അയാളുടെ അച്ചീവ്മെന്റ്സിനേക്കാൾ അല്ലെങ്കിൽ മെറിറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മാറണം. അദ്ദേഹം ആ പറയുന്നതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം അതിനെയും നാളെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലോ എൻ്റെ അഭിപ്രായം മാറില്ല. കാരണം അങ്ങനെയുള്ള ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റിനെ കുറിച്ച് അതേ വാക്ക് ഉപയോഗിച്ച് എത്രയോ തവണ മഞ്ജുഷ് ഞാൻ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തന്നെയാണ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പെടുന്നു, ആ കുടുംബത്തിന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുണ്ട്, ആ കുടുംബത്തിലുള്ള നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മാവനോ നിങ്ങളുടെ സഹോദരിയോ ഒക്കെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാതെ തുടർച്ചയായിട്ടുള്ള പരാജയം നിങ്ങൾക്കുണ്ടാകുന്ന സമയത്ത് പോലും നിങ്ങൾ വീണ്ടും അതിലെ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ട് മാറുകയാണെങ്കിൽ അതൊരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ് ആണെന്നാണ്. രാജഭരണം മാറിയിട്ടുണ്ട്. ഈ ജമീന്ദാർമാർക്കൊക്കെ കിട്ടുന്ന അതേ ബഹുമാനം രാഷ്ട്രീയ നേതാക്കൾക്കും വേണമെന്ന് അവർക്കും കൊടുക്കണമെന്ന് ചിലർക്കും താല്പര്യമുണ്ട് എന്ന് പറയുന്നത് ഇത് കൊടുക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആൾക്കാരെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് ആ ആർട്ടിക്കിളിന്റെ അവസാനം. ഒന്ന്, മെറിറ്റ് വരണം. ഭരണത്തിൽ തുടർച്ചയായിട്ട് ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള ഒരു ടേം ലിമിറ്റ് വേണം. നല്ല കാര്യമല്ലേ? ഇപ്പോൾ 2 ടൈം അല്ലെങ്കിൽ 3 ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരാൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ 50 വർഷമൊക്കെ ഒരാൾ ഒരേ സീറ്റിൽ തന്നെ നിൽക്കുന്ന ആ ഒരു പ്രവണത ഇല്ലാതെയാകും. പിന്നെ സുതാര്യമായിട്ട് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പാർട്ടികളിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രവർത്തിക്കണം. അത് പലപ്പോഴും കോൺഗ്രസിനെതിരെയുള്ള ആക്ഷേപമാണ്, BJPക്കെതിരെയുള്ള ആക്ഷേപമാണ്, നിരവധി പാർട്ടികൾക്കെതിരെയുള്ള ആക്ഷേപമാണ്. അത് ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം കൂടുതൽ ശക്തമാവുകയാണ്. ശരിയാണ്, തരൂർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ശ്രീജിത്ത് പണിക്കർ, തരൂർ ഏത് പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നതാണ്. കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് തരൂർ പറയുന്നത്. തരൂർ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ കാര്യം, നെഹ്റു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പോസിറ്റീവായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. കാരണം